ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല, ഈവനിങ്ങിന് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയത് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ നമ്മൾ എടുത്തുക്കുന്നത് അയിലയാണ്. നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കുക. ഇത് നല്ലോണം ക്ലീൻ ചെയ്ത് ഇതുപോലെ ഒന്ന് വരഞ്ഞെടുക്കണം. ഇനി നമുക്കിതൊന്ന് കായം പുരട്ടിയാലോ. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് അതേപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം മുളകും പൊടിയും ചേർത്ത് കൊടുക്കണം. ഇനി പാകത്തിന് ഉപ്പും ചേർത്ത് ഒരു നുള്ളു വെള്ളം ഒഴിച്ചതിന് ശേഷം അതൊന്ന് കായാക്കി എടുത്ത് നമ്മളെ മീനിലേക്ക് നല്ലോണം പുരട്ടണം. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്താനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് കായം പുരട്ടി വെച്ചിക്കണേ. ഇനി നമുക്കിത് ഉണ്ടാക്കാനുള്ള പൊടി ഒന്ന് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മൈദയാണ് എടുത്തുകൊണ്ട്, ഈ മൈദൻ്റെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ആട്ടയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് നമുക്ക് കുറച്ച് വലിയ ജീരകത്തിൻ്റെ പൊടിയും അതേപോലെ തന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് നെയ്യാണ്. നെയ്യിൻ്റെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ ഒഴിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്ക് ആദ്യം ഇതേപോലെ പാകത്തിന് ഉപ്പിടാൻ മറക്കണ്ടേ. ഇതേപോലെ ആദ്യം ഒന്ന് കുഴച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്തതിന് ശേഷം നല്ലപോലെ ചപ്പാത്തിയൊക്കെ കുഴക്കണം മതി ഇതുപോലെ ഒന്ന് വെക്കണം. ഇനി നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് നല്ലോണം ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കായം പറ്റി വെച്ച മീൻ ഇതുപോലെ നല്ലപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഏത് ചട്ടിയിലാണോ മസാല ഉണ്ടാക്കണം അതിൽ തന്നെ മീൻ പൊരിച്ചെടുത്താൽ നമുക്കൊരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞ പോലെ ഒറ്റ ചട്ടിയിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളൊന്നും ചെയ്തെടുക്കാം. ഇനി ഒരു ഭാഗം നമ്മളെ മീനൊക്കെ ഒന്ന് വെന്തിക്കണേ. അതിനതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഭാഗം ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ 2 ഭാഗം ഒന്ന് വെന്ത് കിട്ടിയിട്ട് നല്ലോണം മൊരിയാനൊന്നും നിൽക്കണത്, ഇപ്പോൾ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇനി നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം. മാറ്റിൻ്റെ ശേഷം അതിൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ആ വെളിച്ചെണ്ണ മതി, ഇല്ലെങ്കിൽ നമുക്കതേ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഇതേപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. ഇനി നമ്മൾ നല്ലോണം ഒന്ന് കൊത്തിയറിഞ്ഞ സവോള ഒരു 2-2.5 സവോള ഞാൻ എടുത്തിട്ട് അത് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒന്ന് ഉപ്പും ചേർത്തതിന് ശേഷം ആദ്യം നമുക്ക് സവോള നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലോണം വയന്ന് വരട്ടെ. നല്ലോണം വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ചതച്ചിട്ട് 3/4 ടീസ്പൂണോളം അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ഈ മസാലകളൊന്നും കൂടരുത്. കൂടിയാൽ തന്നെ മീനാണ് ഇറച്ചിൻ്റെ മല പെട്ടെന്ന് കുത്തുന്ന ഒരു ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ തോന്നൂല. ഇനി നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് മല്ലിച്ചപ്പും കരിവേപ്പിൻ്റെ അരിഞ്ഞത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. അതും ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുക. പൊടികൾ എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, കുറച്ച് വലിയ ജീരകത്തിൻ്റെ പൊടി ഒരു 1/4 ടീസ്പൂണോ വലിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ 1/4 ടീസ്പൂണോ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളകും പൊടി അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ വളരെ കുറച്ച് മതി ഇത് രണ്ടും. നമ്മൾ മീനിലും എല്ലാത്തിലും എരിവാകുമ്പോൾ കൂടുതൽ എരിവാകും, അതുകൊണ്ട് കുറച്ച് മതി. ഇനി നമുക്ക് ചെറിയ തീയിലാണ് ഇത് നല്ലോണം മസാല ഇതേപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പോഴേക്കും നമ്മളെ മീനിൻ്റെ മുള്ളൊക്കെ കളഞ്ഞ് ആ കാമ്പ് മാത്രമാക്കി ഒന്ന് എടുക്കണം. ഇനി ആ കാമ്പ് മാത്രമാക്കി എടുത്ത മീനിൻ്റെ നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വലിയ വലിയ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നല്ലൊന്ന് പൊടിച്ച് നമ്മളെ മസാലയൊക്കെ ഒന്ന് ചേരുന്ന രൂപത്തിൽ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതുപോലെയൊക്കെ ഒന്ന് പൊടിച്ച് ചേർത്തതിന് ശേഷം നമുക്കൊന്ന് വാങ്ങി ഒന്ന് ലൈറ്റ് ചൂടാറണം കേട്ടോ. അപ്പോഴാണ് നമ്മളെ മസാലയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ബോളിന് ഇതേപോലെ ചെറിയ ബോളാക്കി എടുക്കുക. പൊടികൾ ഇതേപോലെ ചെറിയ ബോളാക്കി എടുത്ത് കല്ലിൽ ആദ്യം തന്നെ ഒരു ബൂരിക്ക് ഒരു വലുപ്പത്തിൽ നമുക്ക് അതേപോലെ ഒന്ന് പരത്തിയെടുക്കണം. പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്മൾ മസാല ഒന്ന് നിറച്ച് കൊടുക്കുക. ഇതേപോലെ തന്നെ കയ്യിൽ വെച്ച് കുമ്പിൾ കുത്തിയതിന് ശേഷം നമ്മൾ അതിലേക്ക് 1-1.5 സ്പൂൺ ഇതേപോലെ മസാല ഒന്ന് ആക്കി കൊടുക്കണം കേട്ടോ. ആക്കി കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇത് പ്രസ് ചെയ്ത് നല്ലോണം പുറത്തേക്ക് വരാത്ത രീതിയിൽ ഇതൊന്ന് കവർ ചെയ്യണം. ഞാൻ കവർ ചെയ്തപ്പോൾ ഉള്ളിൽ എവിടെയോ വിട്ട് പോയി, അത് നിങ്ങൾക്ക് പരത്തുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതേപോലെ തന്നെ ഫുള്ളായിട്ട് നല്ലോണം കവർ ചെയ്താൽ ഇനി നമുക്ക് നല്ലോണം കുറച്ച് പൊടി ഇട്ടതിന് ശേഷം ചെറുതായിട്ട് നല്ല മയത്തിൽ ഇതൊന്ന് പരത്തി കൊടുക്കണം. അപ്പോൾ നല്ല ഹാർഡായിട്ട് പരത്തിയത് നല്ല മയത്തിൽ പരത്തി കൊടുക്കണം. ഇപ്പോൾ കണ്ടില്ല നല്ലോണം എവിടെയോ ഒന്ന് പൊട്ടിയെന്ന് ഞാൻ പറഞ്ഞില്ല. കണ്ടില്ല നിങ്ങൾ പരത്തിയപ്പോൾ അവിടെ ഇങ്ങനെ അതിന് കുഴപ്പമില്ല. നമ്മൾ അവിടെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് പൊടി ഇട്ടുകാണ്ട് ഒന്നുകൂടെ മെല്ലെ ഒന്ന് പരത്തിയെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മൾ നല്ല മയത്തിൽ നല്ല വലിപ്പത്തിൽ ഇത് കുറച്ചൊന്ന് പരത്തിയെടുത്തിക്കണം. അങ്ങനെ നൈസായിട്ട് നമുക്ക് പരത്തിയെടുക്കണം. ഇനി നമുക്ക് ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം ഇതേപോലെ തന്നെ ഒരു പത്തിരിക്കല്ല് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് ഓയിലോ വെളിച്ചോ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച പത്തിരി അതിലിട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഇതേപോലെ തന്നെ ഒന്ന് തേച്ച് കൊടുക്കണം. ബ്രേക്ക്ഫാസ്റ്റാണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു നുള്ളൊന്ന് നെരിയാൻ വേണ്ടി മാത്രം ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് തിരിച്ചു മറിച്ചിട്ട് നല്ലപോലെ ഒന്ന് നെരിയിച്ചെടുക്കണം. നല്ലൊന്ന് നെരിയിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ കരിയുടെ ആ ഒരു കളറൊന്നും വേണ്ട, നല്ലോണം ഇതേപോലെ ഒന്ന് നെരിഞ്ഞ് കിട്ടിയാൽ മതി. ഇനി നമുക്കൊന്ന് വാങ്ങി ഒരു പാത്രത്തിലേക്ക് ഇടാക്കാം. അങ്ങനെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് ചുട്ടെടുക്കണം. എത്ര നമ്മൾ ഉണ്ടാക്കിയത് അത് ഫുള്ളായിട്ടൊന്ന് ചുട്ടെടുക്കാം.
ഇപ്പോൾ നമ്മൾ ഫുള്ളായിട്ടൊന്ന് ചുട്ടെടുത്തിട്ടുണ്ടോ. ഇപ്പോൾ നമ്മളെ മീൻ പൊറാട്ട ഇവിടെ റെഡി ആക്കിയിട്ട് വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ, കഴിക്കാനാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കൂലല്ലേ.